സമ്മേളനത്തിൽ 62ാം വാർഷിക സമ്മേളനത്തിലെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് അവസരം നൽകിയതിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ സംഘടനയുടെ പാരമ്പര്യവും സമരപാരമ്പര്യവും അഭിമാനപൂർവ്വം ഉയർത്തിക്കാണിക്കുന്നവരാണ് നമ്മൾ. ഇന്ത്യയിലെ NPS വിഷയത്തിൽ നടപ്പിലാക്കാൻ ആന്റണി സർക്കാർ തീരുമാനിച്ചപ്പോൾ 32 ദിവസം സമരം ചെയ്ത് അതിനെതിരെ പോരാടിയവരാണ് നമ്മൾ. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ NGO യൂണിയൻ പുതിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ വിഷയത്തിൽ എന്താണ് നമ്മുടെ നിലപാട്? ആ നിലപാട് കൃത്യവും വ്യക്തവും തെളിവോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ഞാൻ ഇവിടെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കേരള സർക്കാർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളെ മുന്നിൽ വെക്കുന്ന ഒരു പെൻഷൻ സ്കീമുണ്ട്, ഒരു പുതിയ പെൻഷൻ സ്കീം. അത് അഷ്വേർഡ് പെൻഷൻ സ്കീം, APS എന്നതാണ് ചുരുക്കത്തിൽ വിളിക്കാം. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സ്കീം കൂടിയുണ്ട്, UPS. നമുക്ക് നിലവിലുള്ളത് NPS. ഇതെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ്. എന്താണ് അഷ്വേർഡ് പെൻഷൻ സ്കീം കേരള സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് വ്യക്തമായിട്ട് പലതവണ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ പങ്കാളിത്തം ഉള്ള സ്കീമുകളാണ് ഈ പറയുന്ന നമുക്ക് നിലവിലുള്ള NPS-ഉം കേന്ദ്ര സർക്കാർ പറയുന്ന UPS-ഉം. അതുപോലെ തന്നെ നമ്മുടെ അഷ്വേർഡ് പെൻഷൻ സ്കീം, കേരള സർക്കാർ നടപ്പിലാക്കുന്ന അഷ്വേർഡ് പെൻഷൻ സ്കീമും ജീവനക്കാരുടെ പങ്കാളിത്തമുള്ള പെൻഷൻ സ്കീമാണ്. ഇതൊരിക്കലും ജീവനക്കാർക്ക് യോജിക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഒരു സർവേ നടത്തിയാൽ മാത്രം മതി. സംഘടന അതിന് തയ്യാറാവണം എന്ന് ഈ ചർച്ചയിലേക്ക് വെക്കുകയാണ്. ജീവനക്കാരുടെ പങ്കാളിത്തമില്ലാത്ത ഒരു പെൻഷൻ സ്കീം, അതാണ് നമ്മുടെ പഴയ പെൻഷൻ സ്കീം. ആ പഴയ പെൻഷൻ സ്കീമിൽ മാത്രം മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ NGO യൂണിയന്റെ നിലപാടുണ്ടാവേണ്ടത്. അതിലേക്ക് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് നമ്മുടെ ജീവനക്കാരിൽ വളരെയധികം നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ നിരാശ കാരണം ജീവനക്കാര് നമ്മുടെ സംഘടനയിൽ നിന്നും വിട്ടുപോകുന്നുണ്ട്. അത് വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ ഇതിനെതിരെ നമ്മുടെ സംഘടന വ്യക്തവും തെളിവുമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവനക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങണം. സർക്കാരിനെ നമ്മൾ കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തണം. ഇതുവരെ അത്തരമൊരു നിലപാട് NGO യൂണിയൻ എടുത്തിട്ടില്ല. അഷ്വേർഡ് പെൻഷൻ സ്കീമിന്റെ ഭാഗം നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ? PFRDA പിൻവലിക്കണം. ഇനി നമ്മളിവിടെ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ PFRDA അവിടെ നിൽക്കുന്നതുകൊണ്ട് അത് നമ്മൾ തന്നെ പഠനം നടത്തിയ സമിതി പറഞ്ഞിട്ടുണ്ട് PFRDA ഒരു പ്രശ്നമല്ല. രണ്ടാമത് പറഞ്ഞതോ, പിൻവലിച്ച ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത് തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് പെൻഷൻ കിട്ടി ഉറപ്പുണ്ടോ? രാജസ്ഥാനില് വിവരാവകാശ രേഖ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ജീവനക്കാർക്ക് അറിയാം. സംഘടനയായിട്ട് ഇതിന് വിലയിരുത്തിക്കൊണ്ട് തെളിവോടുകൂടി ഈ കാര്യങ്ങൾ ജീവനക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് സംഘടന വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ മറ്റ് NPS പിൻവലിച്ച മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ് പഠിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ? നമ്മുടെ ഒറ്റ ആവശ്യമുള്ളൂ, വേറെ ഒന്നും കൂടെ സൂചിപ്പിക്കുന്നില്ല. പങ്കാളിത്തമില്ലാത്ത പെൻഷൻ സ്കീം പ്രായോഗികമായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാർ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അഷ്വേർഡ് പെൻഷൻ സ്കീമിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ പോലും കേരള NGO യൂണിയൻ ഇതുവരെ ഒരു നല്ല എന്താണ് അവരുടെ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ
നമ്മുടെ ഒരു ആയുസ് മുഴുവൻ ജോലി എടുത്തുകൊണ്ട് അവസാനം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ നമ്മുടെ ഒരു PSC അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞാൽ അപേക്ഷയുടെ എണ്ണക്ക് നോക്കിയാൽ മതി, വളരെ കുറവാണ്. അപേക്ഷയുടെ എണ്ണക്ക് വളരെ കുറവാണ്. ഇപ്പൊ ഞാനൊക്കെ എഴുതിയിരുന്ന എക്സാമിനൊക്കെ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ അപേക്ഷയുടെ എണ്ണം വളരെ കുറവാണ്. ആകർഷണീയ സിവിൽ സർവീസിന്റെ ആകർഷണീയത കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മൾ സമരങ്ങൾ ഒരുപാട് കെട്ടിപ്പടുത്ത ചരിത്രമാണ്. നമ്മൾ ഉറങ്ങിയാണ് അത് നഷ്ടപ്പെടുത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിലേക്ക് നോക്കുന്നു. താങ്ക് യു.